ഫെബ്രുവരി 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ കാസർഗോഡ് കുനിയയിൽ കുനിയാത്ത മുഴുവൻ ആളുകളെയും കുനിയിപ്പിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്. കണ്ണുള്ള മുഴുവൻ ആളുകളും കണ്ണും നട്ട് നോക്കി അന്താളിച്ചുകൊണ്ട് അത്ഭുതപ്പെടാൻ പോകുന്ന മഹാസമ്മേളന സമാഗമമായി അത് മാറുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള സകല പ്രവർത്തനങ്ങളും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്നിനു പുറമെ വിജയിച്ച് അതിന്റെ സമുന്നതമായ അവസ്ഥയിലേക്ക് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഫെബ്രുവരി 4-ാം തീയതി ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്നാലും യാത്ര ചെയ്യുന്നതിനിടയിലും എല്ലാ ലക്ഷങ്ങളുടെ ഹൃത്തടത്തിലും ഉദിച്ചുയരുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്. കാരണം അന്ന് കേരളത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തില് ഒരു പ്രസ്ഥാനത്തിന് ഔലിയാക്കളാൽ രൂപം കൊള്ളുകയും 100 കൊല്ലം അത് നിലനിൽക്കുകയും അടിസ്ഥാന കാര്യങ്ങളിൽ മാറ്റം വരാതെ പരിരക്ഷിക്കപ്പെടുകയും അവസാനവും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പയെ പോലെയുള്ള പാങ്ങില്ലാമത് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള സാലിയാത്തി പാപ്പായെ പോലെയുള്ള അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പൗരാണിക പണ്ഡിത പ്രഭുക്കളുടെ ഹൃത്തടത്തിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം തെറ്റാതെ ഈ നൗകയെ പതറാതെ ചിതറാതെ അടരാതെ തകരാതെ തളരാതെ പിടിച്ചു നിർത്താൻ മഹാന്മാരായ സാത്വികന്മാരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും അണിനിരന്നുകൊണ്ട് 100 കൊല്ലം ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറഞ്ഞ് 100ാമത്തെ വർഷം ലക്ഷോപലക്ഷങ്ങളുടെ മഹാസമ്മേളന നഗരിയായി സമസ്തയുടെ വേദി മാറുമ്പോ ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിൽ 33,313 ആളുകൾ പങ്കെടുക്കുന്ന 4 ദിവസത്തെ ക്യാമ്പ് നടക്കുമ്പോ അവിടെ വന്നുകൊണ്ട് മഹാന്മാരായ ദുആക്ക് ഇജാബത്തുള്ള പണ്ഡിത പ്രഭുക്കളുടെ ആരിഫീങ്ങളുടെ സയ്യിദന്മാരുടെ ഔലിയാക്കളുടെ ദുആക്കൊന്ന് ആമീൻ പറയാനുള്ള ഭാഗ്യമില്ലേ? അത് 2026-ലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നേരത്തെ ഇവിടെ നടന്ന